ഫിഫ ലോകകപ്പിലെ ബ്രസീലിന്റെ ആദ്യ മത്സരത്തിന് സൂപ്പർ താരം നെയ്മാർ ജൂനിയർ ഉണ്ടാകില്ല. താരം ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ലെന്ന് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 മൊറോക്കോയ്ക്കെതിരെയാണ് ബ്രസീലിന്റെ ആദ്യ മത്സരം. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനിൽ, ഇത് ആരാധകർക്ക് തിരിച്ചടിയാണ്. ഈ തീരുമാനം എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഉന്മേഷ്, പറഞ്ഞതുപോലെ തന്നെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ഈ ലോകകപ്പിൽ ബ്രസീൽ ടീമിനൊപ്പം തന്നെ ആരാധകർ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു നിമിഷം നെയ്മാർ ജൂനിയറുടെ തിരിച്ചുവരവിനാണ്. അവർ സുൽത്താൻ എന്ന പ്രിയപ്പെട്ട ആരാധകർ അല്ലെങ്കിൽ പ്രിയപ്പെട്ട താരത്തെ വിളിക്കുന്നത് അങ്ങനെയാണ്. സുൽത്താൻ്റെ മടങ്ങി വരവിനായാണ് ആരാധകർ കാത്തിരുന്നത്. പക്ഷേ ആ മടങ്ങി വരവ് അല്പം കൂടി നീളും എന്ന തരത്തിലുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ അത്തരം അപ്ഡേറ്റ്സ് ആണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി നൽകുന്നത്. മത്സരത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത് നെയ്മാറുടെ പരുക്കല്ല അദ്ദേഹത്തിന്, പക്ഷേ മത്സരത്തിന് ആവശ്യമായ ഫിറ്റ്നസ് ഇതുവരെ അദ്ദേഹം വീണ്ടെടുത്തില്ല. അതായത് മാച്ച് ഫിറ്റ്നസ് എന്ന് പറയും, അത് വീണ്ടെടുത്തില്ല. അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവ് അടുത്ത ആഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നു. നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ നെയ്മാർ ജൂനിയർക്ക് ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ മൊത്തം മത്സരങ്ങളും നഷ്ടമാകും. പക്ഷേ അത് നിഷേധിക്കുകയാണ് കാർലോ ആഞ്ചലോട്ടി. പക്ഷേ ആദ്യ മത്സരം നാളെ പുലർച്ചെ, ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 മൊറോക്കോയ്ക്കെതിരായ മത്സരം. പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. ഗ്രൂപ്പിലെ രണ്ട് പ്രധാന ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ അത് ബ്രസീലിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് കൊടുക്കുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ടീമിലെ ഏറ്റവും ഗ്ലാമർ താരം കൂടെ ഉള്ളാകുമ്പോൾ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ്, എക്സ്ട്രാ എനർജി ടീമിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ആ താരത്തെ നെയ്മാറിനെ ലോകകപ്പ് ടീമിൽ പോലും ഉൾപ്പെടുത്തിയത്, ഈ പരിക്കിൻ്റെ ആശങ്കകൾക്കിടയിൽ പോലും. പക്ഷേ നെയ്മാറുടെ വരവ് വൈകും. എന്നിരുന്നാൽ പോലും മികച്ച ടീം തന്നെയാണ് ബ്രസീലിനുള്ളത്. പക്ഷേ ആരാധകർക്ക് നിരാശയാണ്, അവരുടെ പ്രിയപ്പെട്ട താരത്തെ കാണാൻ വൈകുമെന്നുള്ളത്. അടുത്ത മത്സരം 20-ാം തീയതി ഹൈത്തിക്കെതിരെയാണ്. അതിൽ നെയ്മാർ കളിക്കാൻ ഇറങ്ങുമെന്ന പ്രതീക്ഷയാണ് ഇനി ആരാധകർക്കുള്ളത്. ഉന്മേഷ്, ശരി. അനിൽ വാസ്തവാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.